ഇതുപോലൊരു കമ്മ്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ്ലി സൈലൻ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ മക്കളൊക്കെ ഇവിടെ വെളിയിറങ്ങി കളിക്കാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് ആരെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ സെക്യൂരിറ്റിയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഇനി ഈ ടൗൺ ഹൗസിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 2.4 മില്യനാണ് പ്രൈസ് എന്ന് പറയുന്നത്. 20% നിങ്ങൾ ആദ്യം ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കണം. ദെൻ 4% DLD അടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ആയി. ദെൻ മന്ത്ലി 1% വെച്ച് അടച്ചടച്ച് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ 70% ആണ് ഇതിനകത്ത് അടയ്ക്കാനുള്ളത്. ദെൻ 30% ഓൺ ഹാൻഡ് ഓവറിലാണ് അടയ്ക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂണിറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാർ പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പിറകിലും കാർ പാർക്ക് ചെയ്യാൻ പറ്റും. കയറി വരുമ്പോൾ തന്നെ ഒരു സ്റ്റഡി റൂം ഉണ്ട്. ഇത് ഓഫീസ് റൂം ആക്കാൻ പറ്റും, ഒരു റൂം ആക്കാം, ഗസ്റ്റ് റൂം ആക്കാൻ പറ്റും. ഇനി ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസ് റൂമുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് നോക്കാം. കിച്ചണിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ക്ലോസ്ഡ് ടൈപ്പ് കിച്ചണാണ്. അതുപോലെ തന്നെ എല്ലാം എക്യുപ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. ഇവിടെ തന്നെ മെയ്ഡ് റൂം വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂമും ഉണ്ട്. ഇനി ഇത് നോക്കി കഴിഞ്ഞാൽ ഇതൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് ഏരിയയാണ്. അതുപോലെ തന്നെ ഇവിടെയാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഇനി ഇതിൻ്റെ പിറകിൽ ബാക്ക് യാർഡ് ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇനി നമുക്ക് റൂംസ് കാണാൻ പോവാം. വാ, ടോട്ടൽ 4 റൂമാണ് ഇതിനകത്തുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലിവിങ് ഏരിയ ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്കൊരു ലിവിങ് ഏരിയ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്പേസും ഉണ്ടാവും. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു കബോർഡ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട്. പിന്നെ വാഷ്റൂമും ഉണ്ട്. ഇവിടെയാണ് 2 ബെഡ്റൂം വരുന്നത്. ഈ 2 ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് വിത്ത് ബാത്റൂമും വിത്ത് ബാൽക്കണി ഉണ്ടാവും. ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇതാണ് നമ്മളെ ബാക്ക് യാർഡ് വരാൻ പോകുന്നത്. ഇത് ഷോ ടൗൺ ഹൗസ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് ഗോൾ ഫേസിങ് ആയിരിക്കും. ഇനി നമ്മൾ ഒറിജിനൽ ടോക്ക് ചെയ്യുന്നതിനകത്ത് വാട്ടർ ഫേസിങ് ആയിരിക്കും വരാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചാൽ മതി.